നമ്മുടെ മാണിക്കമംഗലത്തെ കാശടിച്ച് മാറ്റല്ലേ ലക്ഷ്യം. ആവശ്യമില്ലാത്തത് പറയരുത്. പറഞ്ഞ നിന്ദിയേടി തട്ടിപ്പേരി കള്ളി. രവിയെ മയിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന്റെ പേരിൽ മയിലും സഞ്ജയനും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. ചെയ്യടാ ചെയ്യടാ. വയലോരം വീട്ടിലെത്തുന്ന സഞ്ജയനെ രവി അടിക്കുന്നു. ബാലേട്ടൻ എന്നെ അനിയത്തിയെന്നും കലമോളെന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ബാലേട്ടന് എന്നോടുള്ള പെരുമാറ്റത്തിൽ ഒരു രവിയെയും ബാലനെയും തമ്മിൽ തെറ്റിക്കാൻ മതികലയുടെ ശ്രമം. മതികലയ്ക്ക് നീ അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. അത് ഏത് തരത്തിലുള്ള മതികലയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ ബാലൻ രവിയെ ഉപദേശിക്കുന്നു. ബാലേട്ടനെ 2 ഭാര്യമാരുണ്ട് കേട്ടോ കാര്യങ്ങൾ അന്വേഷിക്കാൻ. ആ 2 പേരുടെ സ്വഭാവശുദ്ധിയെ പറ്റി അങ്ങ് അന്വേഷിച്ചാൽ മതി. ഇതറിയുന്ന മതികല രവിയുമായി ചേർന്ന് വയലൂർ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു. കണക്കായി പോയടാ. നീ കൈ നീട്ടാതെ കൈക്കോട്ട് എടുത്തോണ്ട് കണ്ടത്തിലോട്ട് ഇറങ്ങണമായിരുന്നു. നിനക്ക് പറ്റിയില്ലല്ലോ. അപ്പം നിനക്ക് ഓഫീസർ പണി തന്നെ വേണമായിരുന്നു. അപ്പം നിനക്ക് അധ്വാനിക്കുന്നതിന്റെ മുമ്പ് കൈ നീട്ടേണ്ടി വരും. ഇപ്പൊ നീ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ? പണ്ട് നീ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടി, ഇപ്പൊ നീ അച്ഛൻ വീട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടുന്നു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എടാ, എരന്ന് തിന്നാനും തുരന്ന് തിന്നാനും ശീലിച്ചവര് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ചെയ്യും. ഉള്ളത് പറയുമ്പോ പാട് നോക്കി പോവാൻ പറഞ്ഞിട്ടും കൊഞ്ഞനം കുത്തി കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല രവി. പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്ക്. ബാലൻ നിന്നെ വിളിച്ച് ഉപദേശിച്ചെങ്കിൽ അവന് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാണ്. അനിയൻ നന്നായി കാണണമെന്ന് ബാലൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതിന് നീ ഭാര്യയും കൂട്ടി വഴക്കിന് വരികയല്ല വേണ്ടത്. ബാലൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നീ ആലോചിക്കണമായിരുന്നു. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോന്ന് നീ തിരക്കണമായിരുന്നു. അങ്ങനെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കണമായിരുന്നു. അല്ലാതെ ഓടി വന്ന ഉടനെ അച്ചിയുടെ ചേലത്തുമ്പി പിടിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവരുടെ മുമ്പിൽ നിർത്തി പടക്കി വരുന്നോ? നാണം കെട്ടവനെ, മണകുണാഞ്ച. ബാലേട്ട, എനിക്ക് നിങ്ങളോട് ഒരു ഏട്ടനെ പോലുള്ള ബഹുമാനം ഉള്ളതാ. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ 2ാമത്തെ ഭാര്യയും ഒക്കെയാ നിങ്ങളെ ചതിച്ചത്. അവരുടെ അന്തസ്സിന്റെ അളവുകോല് വെച്ച് എന്നെ അളക്കാൻ വരരുത്. ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിലാ ജനിച്ചത്. അന്തസ്സായിട്ട് തന്നെ ജീവിച്ചതും അന്തസ്സായിട്ട് തന്നെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ എന്റെയും എന്റെ ഭർത്താവിന്റെ ഇടയില് കുത്തിത്തിരിപ്പുണ്ടാക്കി നിങ്ങളുടെ ജീവിതം പോലെ താറുമാറാക്കാൻ നോക്കരുത്. ഇനി അഥവാ അങ്ങനെ വന്നാ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. പറഞ്ഞത് കേട്ടല്ലോ, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. നിർത്തടി. എന്തു പറഞ്ഞടി? നീ എങ്ങോട്ടാടി പറഞ്ഞു പോണത്? എന്റെ കുഞ്ഞുങ്ങളെ നീ വീണ്ടും വീണ്ടും കള്ളരാക്കുന്നോ? നീ കാണിച്ച കൊള്ളരുതായ്മകളൊക്കെ വിളിച്ചു പറയട്ടെ ഞാൻ. നാണമില്ലാത്തവനെ, നന്ദി കെട്ടവനെ, നീ എന്റെ വയറ്റിൽ ഉണ്ടായത് തന്നെയല്ലടാ. സ്വന്തം ഭാര്യ പറഞ്ഞ കള്ളത്തരങ്ങൾ വിഴുങ്ങിക്കൊണ്ട് സ്വന്തം ഏട്ടനോട് യുദ്ധത്തിന് നിൽക്കുന്നോടാ നീ. എന്റെ മോൻ പറഞ്ഞതെല്ലാം സത്യമാ. മോനെ ബാല, മക്കളിനി ഒന്നിനും നിക്കണ്ടടാ. നീ നിന്റെ കാര്യം നോക്ക്. ഞാനിവിടെ നിൽപ്പുണ്ട്, അമ്മ കണ്ടില്ലേ? പൊന്നു മോളെ, നിന്നെ അമ്മ കാണാതിരിക്കോ? എന്റെ മോക്കിനി ഒരു കുഴപ്പമില്ല. നിനക്കും കുഞ്ഞുമണിക്കും കാവലായിട്ട് അമ്മയുണ്ട്. നിങ്ങൾ ഇവരുടെ നാടകം കാണാതെ കേറി പോ മനുഷ്യനെ. ഇതവരുടെ സ്ഥിരം ഭ്രാന്ത. വാ ഇങ്ങോട്ട്. മോള് പോയി വെള്ളം എടുത്തോണ്ട് വാ. അപ്പച്ചമ്മേ, അത് ശരി. അപ്പൊ ശാരദാമ്മയുടെ ബാധ ഉപയോഗിച്ചാണല്ലേ ഇപ്പൊ അവിടുത്തെ കളി? ആ തള്ളണ്ടല്ലോ, ദേ ഇങ്ങനൊരു തുള്ളല ബാധ കേറിയെന്ന് പറഞ്ഞു. അത് കാണുമ്പോഴേ പകുതി ജീവനങ്ങ് പോവും. വല്ലതും എടുത്ത് തലമണ്ടയ്ക്കിട്ടൊന്നും കൊടുക്കായിരുന്നില്ലേ? അതൊന്നും പറ്റത്തില്ല. ആ സമയത്ത് 4 പേരുടെ ഊര അവർക്ക്. അതിന്റെ കൂടെ ബാലേട്ടന്റെ വക ഒരു പാര. രവിയേട്ടനെ അയാള് കയ്യിലെടുത്തതാ. ഞാൻ ഒരു വിധം പറഞ്ഞു തിരിച്ചു. എനിക്ക് ആ വീട്ടില് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടുന്ന് മാറിയ അതൊരു വലിയ പരാജയമാവുകയും ചെയ്യും. നീ അവിടുന്ന് മാറണ്ട. വയലോരം വീട്ടിലെ പട പേടിച്ച് എന്റെ മോൾ പിന്മാറിയാൽ അത് നിനക്ക് മാത്രമല്ല എനിക്കും കൂടി വൻ പരാജയമാകും.
ഞാൻ എന്ത് വേണോന്ന് അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഇനി നീ അവിടെ ഒറ്റയ്ക്കല്ല. പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് വരുവാ, കുറച്ച് ദിവസം നിൽക്കാനായിട്ട്. ഞാൻ നോക്കട്ടെ വയലോരം വീട്ടിലെ ഏത് ബാധയാ മാണിക്യമംഗലത്തെ ജലജകുമാരിയെ പിടിക്കുന്നതെന്ന്. அம்மா நிறைய சாப்பிடணும். ഓ എനിക്ക് കുറച്ച് മതി കൊച്ചേ. ഞാനിപ്പോ കുറച്ചേ കഴിക്കാറുള്ളൂ. വയറിന്റെ കാൽഭാഗേ കഴിക്കാവൂ. ஆ அது போதும். അല്ല പെരിയപ്പാവ കണ്ടില്ലല്ലോ. അമ്പലം നിരങ്ങി എപ്പ വരൂ എന്ന് വരൂ എന്നൊക്കെ ആർക്കറിയാം. കൊട്ട നിറയെ പുണ്യവും ചുമന്നായിരിക്കും വരവ്. അല്ല പിന്നെ മോളെ, നീ ഇവിടെ ഉള്ള ധൈര്യത്തിൽ അയാൾ കറങ്ങി നടക്കുവാ ഇപ്പൊ. അതിന് വളം വയ്ക്കാൻ നീയും. പെരിയപ്പ നടക്കട്ടെ അമ്മ, മനസ്സിന് സന്തോഷം കിട്ടുന്ന പോലെ നടക്കട്ടെ. ആ നടക്കട്ടെ, ആർക്ക് ചേതം. അമ്മ എനിക്കൊന്ന് പഴനി വരെ പോകാനുണ്ടമ്മ. എന്തിനാ? അത് അവിടെ എനിക്കൊരു ചിന്ന മാറ്റർ. ഒരു മാറ്ററും ഇല്ല, ഒരു ഉന്തോ ഇല്ല. നിന്നെ ഞാൻ ഇനി എങ്ങോട്ടും വിടത്തില്ല. നീ പളനിയിലും പോണില്ല, മധുരയിലും പോണില്ല. അമ്മ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ ഇനി കഞ്ഞി കുടിക്കുന്നില്ല. അയ്യോ ഞാൻ പോകുന്നില്ലമ്മ. അമ്മ കഞ്ഞി കുടിക്ക. ഉറപ്പാണല്ലോ? കുടിക്ക. അതെ, അടുത്ത ദിവസം ഇവിടെ ഒരു വിശേഷമുണ്ട് കേട്ടോ. എന്നതാ? അടുത്ത ദിവസം തന്നെ നിന്റെ ഭാര്യക്ക് വിശേഷം ഉണ്ടാവാൻ പോണ? ദേ, നിങ്ങൾ ചുമ്മാ ചൊറിയുന്ന വർത്താനം പറയരുത്. ഒരു കൊച്ചുണ്ടാകാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ചൊറിയുന്ന എന്തിനാ? അതൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചോ രണ്ടുപേരും? ഞങ്ങള് ഞങ്ങളുടെ സൗകര്യം പോലെ തീരുമാനിച്ചോളാം. നിങ്ങള് നിങ്ങളുടെ കാര്യം നോക്ക്. ഓ, കൊച്ചുണ്ടായ സൗന്ദര്യം പോകുമെന്ന് ഓർത്തായിരിക്കും. ആ അത് തന്നെ. നിങ്ങൾക്ക് എന്താ ഇപ്പം? ഓ, അല്ലെ നീ ചത്താ ചീയത്തില്ലായിരിക്കും. രവിയേട്ടാ, ഇവരോട് മിണ്ടാതിരിക്കാൻ പറ. രവിയണ്ണ എന്ന വിശേഷം ചൊല്ല്. നാളെ മതിയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, അത് വിശേഷമല്ലല്ലോ, ദുരന്തമല്ലേ? അങ്ങനെ വന്നിട്ട് പോവാനൊന്നുമല്ല, കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ വേണ്ടിയാ വരുന്നത്. അപ്പൊ മഹാദുരന്തം. നിങ്ങൾ സൂക്ഷിച്ചോ, ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ ദുരന്തം ഉണ്ടാവുമെന്ന് കാണാം. നിങ്ങളുടെ ബാധകേറ്റവും തുള്ളലും ഒക്കെ എന്നേക്കുമായിട്ട് ഇത്തവണ നിർത്തും. നോക്കിക്കോ. പിന്നെ നിന്റെ അമ്മയുടെ കയ്യിലല്ലേ എന്റെ തുള്ളലിന്റെ താക്കോല്. നിങ്ങളെ പൂട്ടിയിരിക്കും, അത് ഉറപ്പാ. ഡേ, നീയും സൂക്ഷിച്ചോടി, ഇനി നിനക്കും രക്ഷയില്ല. അക്കാ എനക്ക് പഴനി ആണ്ടവൻ തുണை. കാണാം, വാ ഇങ്ങോട്ട്. ആ പെണ്ണും പിള്ള വന്നാ ഇവിടെ മൊത്തം കുഴപ്പമായിരിക്കും മോളെ. അമ്മ കവലപ്പെടാതെ വരട്ടെ, നമുക്ക് കാണാം. എന്തായാലും നല്ല കാര്യമായെന്നേ ഞാൻ പറയൂ. നകുലൻ ചട്ടമ്പിത്തരമൊക്കെ നിർത്തി നല്ല ആളായല്ലോ. ആ എന്ന് യവൻ പറയുന്നു, വിശ്വസിക്കാമോ എന്തോ. വേണ്ട, ഞാൻ പോയി വില്ലേജ് ഓഫീസറുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം, എന്നിട്ട് വിശ്വസിച്ചാൽ മതി നിങ്ങൾ. എനിക്കെന്തിനാ വില്ലേജ് ഓഫീസറുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്? ചുമ്മാ വീട്ടിൽ ചില്ലിട്ട് വെച്ചോ. നിങ്ങൾക്ക് സ്വന്തം മക്കളല്ലേ ഉള്ളൂ വിലയില്ലാത്തതായിട്ട്. എന്തായാലും കൊള്ളാം, അപ്പനും കൊള്ളാം, മകനും കൊള്ളാം. യവൻ പണ്ടേ ഇങ്ങനെയാ, ഞാൻ പറയുന്നതിന് എതിരേ പറയൂ. ഒരുമാതിരി മുഖ്യമന്ത്രിയും പാർട്ടി നേതാവും സംസാരിക്കുന്നത് പോലെ. ആ പിന്നെ ഇവന്റെ അമ്മയാ വീട്ടിലെ ഹൈക്കമാൻഡ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഒന്നിച്ചു പോകുന്നു. എന്താടേ, എനിക്ക് കാപ്പി തൊണ്ടേ നിറങ്ങത്തില്ലേ? മൂന്നാമത്തെ ക്ലാസ് നകുലേട്ടനുള്ളതാ. ആ പിന്നെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ അവിടെ ആ പെണ്ണിനോട് ഇങ്ങനൊന്നും ചോദിക്കരുത് കേട്ടോ. അവിടെയും കാരണവന്മാർക്കേ ആദ്യം കാപ്പി കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഇവനൊരു ക്ലാസ് കൊടുത്തു വിടുമോളെ, അല്ലെങ്കിൽ അവൻ ഇത് കുളമാക്കും. നിങ്ങൾ കരുനാക്കെടുത്ത് വളച്ചൊന്ന് പറയാതിരുന്നാ മതി. അല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിന്റെ കൂടുതലുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പൊരയെന്നറിഞ്ഞ് ഓടും പൊളിച്ച് ആകാശത്തോട്ട് പോയത്. നീ കെട്ടാതെ ഒറ്റക്കാലിൽ നിന്ന് എന്റെ കുഴപ്പമാണോ? അല്ലെങ്കിൽ തന്നെ ലോക ചട്ടമ്പിക്ക് ആര് പെണ്ണു കൊടുക്കാനാ? എന്റെ അമ്മമ്മയൊന്നും മിണ്ടാതിരിക്കുക. അല്ല, ആ കൊച്ചിന് ജോലി വല്ലതുണ്ടോ മോനെ? ആ പഠിത്തക്കാരിയാ, ജോലിയൊന്നുമില്ല.
ആ ഇനി ജോലി ആയിക്കോളും, ഇവനെ മേക്കണ്ടേ. ഞാൻ ഇറങ്ങുക, ഇവിടെ നിന്നാ ശരിയാവത്തില്ല. അവിടെ നിക്ക് നകുലേട്ടാ, അമ്മമ്മ ഒന്നും മിണ്ടായിരുന്ന. അപ്പൊ കൊച്ചേ, ബാലം വരുമ്പോ പറയണം, നിന്റെ അപ്പച്ചി അമ്മയോടും മയിലിനോടും കുട്ടിമണിയോടും മനസ്സിനോടും ഒക്കെ പറയണം. എല്ലാം ഉറച്ചിട്ട് പറഞ്ഞാ പോരെ. ഇതിപ്പോ പെണ്ണ് കാണാൻ പോകുന്നല്ലേ ഉള്ളൂ നമ്മള്. ഇത് നടക്കും നകുലേട്ടാ. നടക്കുമെന്ന് തന്നെ എന്റെയും വിശ്വാസം. ഇവനെ കുറിച്ച് എല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രം കൂടുതൽ പറയാനെന്താ? ഞാനെന്തുവാ ദാവൂദ് ഇബ്രാഹിമിന്റെ വലം കൈയായിരുന്നു. നീ ആരുടെ കൈയായിരുന്നെങ്കിലും ഒരു പെണ്ണിന്റെ കൈ പിടിക്കുന്നതിന് മുമ്പ് അവരോട് കാര്യങ്ങൾ പറയണ്ടേ? അപ്പൊ ഇറങ്ങുവാ കൊച്ചെ. എല്ലാം നേരെയായി വന്നാൽ അടുത്ത ആഴ്ച വാക്കുറപ്പിക്കൽ. അതൊരു ചടങ്ങായിട്ടൊന്നുമില്ല, ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് ചാർത്ത് കൈമാറും. പിന്നെ കല്യാണം ഒരു ചെറിയ ചടങ്ങായിട്ട് നടത്താമെന്നാ കരുതുന്നത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, വാടാ മോനെ. നിങ്ങളുടെ കയറ്റം കണ്ടാ തോന്നൂല ഹിമാലയം കീഴടക്കാൻ പോവാണെന്ന്. നകുലേട്ടാ, അമ്മമ്മ സൂക്ഷിച്ചുണ്ടോണേ. മിണ്ടാതിരുന്നാ ഇങ്ങേർക്ക് കൊള്ളാം. ചൊറിഞ്ഞ നാക്ക് പുറത്തെടുത്താലേ ഞാൻ കുലിക്ക് താഴെ ഇടും. ഈ പറച്ചിലൊക്കെ ഉള്ളൂ, വലിയ കാര്യം രണ്ടുപേർക്കും പരസ്പരം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. സീതയെടുത്തിയേ. എന്താ കലമോളെ? അല്ല, മുറച്ചെറുക്കൻ എന്തോ വന്ന് പറഞ്ഞിട്ട് പോയല്ലോ. പെണ്ണ് കാണലെന്നോ കല്യാണമെന്നോ അങ്ങനെ എന്തോ കേട്ടായിരുന്നു. അതിന് കലമോൾക്ക് എന്താ? കലമോള് കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? സീതയെടുത്തി അങ്ങനെ പിണങ്ങി സംസാരിക്കല്ലേ. സീതയെടുത്തിയുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ അതെന്താണെന്ന് ഞാനും കൂടെ ഒന്ന് അറിയണ്ടേ. അങ്ങനെ എന്തെങ്കിലും വിശേഷം നടന്ന തീർച്ചയായിട്ടും കലമോളെ വിളിക്കും. ഏറ്റവും മുൻനിരയിൽ തന്നെ കലമോൾക്കൊരു സീറ്റും തരും. അയ്യോ, മുൻനിരയിലൊരു സീറ്റൊന്നും തന്നില്ലേലും വേണ്ടുകയില്ല എന്റെ സീതെടുത്തി. പാവോ നകുലൻ ചേട്ടന്റെ കല്യാണം അങ്ങ് നടന്നാ മതിയായിരുന്നു. കല്യാണം നടക്കാത്തതിന്റെ പേരില് അദ്ദേഹം എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ആ മുഖം കാണുമ്പോ തന്നെ അറിയാം. കലമോള് പരിഹസിക്കുവാണോ? അയ്യോ, അല്ലല്ല, ഒരിക്കലും അല്ല. ഞാൻ പരിഹസിച്ചതേ അല്ല. എനിക്ക് സീതയെടുത്തിയുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കാരണം സീതയെടുത്തി കാരണമാണല്ലോ പുള്ളി ഇങ്ങനെ എടുക്കാ ചരക്കായിട്ട് വീട്ടിൽ തന്നെ നിന്നു പോയത്. വെറുതെ സീതയെടുത്തിയുടെ പേര് ചേർത്ത് ഏതോ ദ്രോഹികള് കഥ വരെ ഉണ്ടാക്കി. സീതയെടുത്തി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സീതയെടുത്തി കാരണം എത്ര പേർക്ക് മനസമാധാനം പോയത്. പാവം സീതയെടുത്തി. നിന്റെ പരിഹാസം എനിക്ക് മനസ്സിലാവും. എന്നെ കുറിച്ച് കഥകൾ ഇറക്കിയതില് നിനക്കുള്ള പങ്ക് ചെറുതല്ലെന്ന് എനിക്കറിയാം. എനിക്കോ? എനിക്ക് പങ്കോ? സീതയെടുത്തി ചുമ്മാ ഇല്ല വചനം പറയല്ലേ. കള്ളം പറഞ്ഞ കണ്ണു പൊട്ടി പോകുന്ന. കള്ളമല്ല, എന്നെയും മനസ്സിനെയും ചേർത്ത് പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പിന്നിലും എന്നെയും നകുലേട്ടനെയും ചേർത്ത് കഥകൾ ഉണ്ടാക്കിയതിന്റെ പിന്നിലും നിനക്ക് ചെറുതല്ലാത്ത പങ്കുണ്ടെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. ഉണ്ടെങ്കിലേ കണക്കായിപ്പോയി. അതെന്റെ മിടുക്കാണെന്ന് കൂട്ടിക്കും. മിടുക്ക് മറ്റുള്ളവരുടെ കണ്ണീര് കാണുന്നതിലേ മിടുക്കും സാമർത്ഥ്യവും ഇത്തിരി കൂടുതലാടി നിനക്ക്. കാലവും ദൈവവും നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് കണ്ണീരും കഥകളും. എന്റെ സീതയെടുത്തി, എന്റെ മുഖത്ത് നോക്കി ആരൊക്കെ ശപിച്ചാലും എത്രയൊക്കെ പ്രാഗിയാലും എനിക്ക് ഒരു ചുക്കുമില്ല. എനിക്ക് ഒന്നും സംഭവിക്കത്തില്ല. മതികലയ്ക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മതികല ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്ത് ജീവിക്കത്തില്ലല്ലോ, മറ്റുള്ളവരുടെ ശരികളും കൂടി നടത്തപ്പെടണ്ടേ? എന്നെ ദ്രോഹിച്ച നോവിച്ച ആരെയും ഞാൻ വെറുതെ വിടത്തില്ല. അതാണ് എന്റെ ശരി. ആ ശരി ഞാൻ നടപ്പാക്കും. എന്നെ നോവിച്ചവർ, എന്റെ വാക്കിന് വില കൽപ്പിക്കാത്തവർ, എന്റെ മുന്നിൽ ഇപ്പോ ചലഞ്ച് ചെയ്യുന്നവരെല്ലാവരും, എല്ലാവർക്കും കിട്ടും സീതയെടുത്തി. അല്ല, ഇതൊന്നും ഇപ്പൊ പറയേണ്ടതല്ല. വരാൻ പോകുന്ന കാര്യങ്ങള് സീതയെടുത്തി കണ്ടറിഞ്ഞാ മതി. എന്തായാലും സീതയെടുത്തി ഒന്ന് പ്രാർത്ഥിച്ചോ, മുറച്ചെറുക്കന്റെ കല്യാണം നടക്കാനായിട്ട്.
കാരണം സീതേടത്തിയുടെ കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കുമ്പോ എനിക്ക് മുൻനിരയിൽ വന്ന് കസേരയിട്ട് ഇരിക്കേണ്ടതാ. ആ ആ. എന്താ വല്യണ്ണ, എന്തു പറ്റി? വെറുതെ കോടി കൊടുത്ത് കുറിയും തൊട്ട് അങ്ങോട്ട് പോയി. സമയമായപ്പോ അവര് പറയുന്നു കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. അയ്യോ, അതെന്തു പറ്റി? എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉറപ്പിച്ചതല്ലേ? ഇന്നിപ്പോ ചാർത്തു കുറിക്കാന്നും പറഞ്ഞതല്ലേ? ചാർത്ത് കുറിക്കാന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നപ്പോ അവര് വീണ്ടും പഴയ കഥകളൊക്കെ എടുത്തിട്ടിരിക്കുന്നു. അതെന്താ? പണ്ട് നകുലൻ പെണ്ണ് കാണാൻ പോയെടുത്തുണ്ടായ ഒരു കഥയില്ലേ, സീത കാരണം കല്യാണം നടക്കില്ല എന്ന്. അതേ കഥ തന്നെ ഇപ്പൊ ഇവരും പറയുന്നു. ശോ, എന്താ വല്യണ്ണ ഈ പറയുന്നേ? ഞാനും കൂടെ ആ വീട്ടിൽ വന്ന് സംസാരിച്ചതല്ലേ? സീതമോളുടെ കാര്യം ഉൾപ്പെടെ നടന്നതും അവൾ ഇവിടെ വന്നതും നിന്നതും തിരിച്ചു പോയതും എല്ലാ കാര്യവും പറഞ്ഞതല്ലേ? അന്ന് അവരെല്ലാം തലകുലുക്കി കേട്ട് സമ്മതിച്ചതാണല്ലോ. പിന്നെ എന്താ? എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പെങ്ങളെ. ഏതായാലും ചെറുക്കന്റെ ഈ കല്യാണവും മുടങ്ങി. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെ ഒന്ന് സഹായിച്ചതിന്റെ പേരിൽ എന്റെ നകുലിനെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഈ ജന്മത്തിൽ അവന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനും ഒന്ന് ആഗ്രഹിച്ചു പോയതായിരുന്നു. ഏതപ്പനാ മോന്റെ കല്യാണം കാണാൻ പന്തലിലൊന്നും നിൽക്കാൻ ആഗ്രഹിക്കാത്തത്? വല്യണ്ണൻ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടാതെ. എനിക്കത് കാണുമ്പോ കുറ്റബോധം തോന്നുക. ഞാനും എന്റെ മോളും കാരണം നകുലിന്റെ ഭാവി പോയോന്ന്. നീ നിന്റെ മോളും എന്ത് ചെയ്തെന്നാ? നീ എന്റെ കൂടെ പുറപ്പല്ലേ? നിന്റെ മോളല്ലേ സീത? അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളല്ലേ ഉള്ളൂ. ആ, ഇനിയിപ്പൊ നടക്കുന്ന പോലെ നടക്കട്ടെ. ഇതാരാ മുടക്കെന്ന് ഞാൻ കണ്ടുപിടിക്കും, അത് വേറെ കാര്യം. പൂക്കുടി രാഘവനെ പണ്ടത്തെ കൊച്ചു വിച്ചാത്തി മടക്കി ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതെടുത്ത് തേച്ചു മിനുക്കി ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും. എന്നിട്ട് ആ നാവ് കണ്ടിച്ചെടുക്കും, അത്രേ ഉള്ളൂ. വല്യണ്ണ, വഴക്കൊന്നും വേണ്ട. ഇത് പോയാ ഇതില് നല്ല ഒരെണ്ണം കിട്ടും. അങ്ങനെ ഒന്നും സമാധാനിക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്തായാലും ഇങ്ങോട്ട് പണിഞ്ഞാൽ അങ്ങോട്ടും തിരിച്ചു പണിയും. അതാ പണ്ടേ എന്റെ ശീലം. അതേ ശീലം തന്നെ എന്റെ ചെറുക്കനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവനത് അന്വേഷിക്കാതിരിക്കും ഇല്ലല്ലോ. നീ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ടോ. എത്ര വെള്ളം കുടിച്ചാലും എന്റെ നെഞ്ചിലെ തീയും പരവേശവും ഒന്നും കിടത്തില്ല. ഇപ്പൊ കൊണ്ടുവരാം. പിതാശ്രീ അവിടുന്ന് ചാടിത്തുള്ളി നേരെ ഇങ്ങോട്ട് പോന്നോ അതോ ഇടയ്ക്ക് കള്ള് ഷാപ്പിൽ വല്ലതും കയറിയോ? ആ, കള്ള് ഷാപ്പിലൊക്കെ കയറണമെന്ന് ഞാൻ ഓർത്തതാടാ. പൊടിയൊന്ന് നിർത്തി വെച്ചിരിക്കുന്നുണ്ടാ. തുടങ്ങിയാലേ പിന്നെ അങ്ങ് തുടങ്ങും. ആഹാ, അങ്ങേറ്റം വരെ പോകും. കള്ള് ഷാപ്പിന്റെ പരിസരത്തെങ്ങാനും നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മുട്ടുകാല് ഞാൻ അടിച്ചൊടിച്ചനെ. മോനെ നകുല, എന്താടാ, എന്താ സംഭവിച്ചത്? എന്തുപറ്റി? നീ എന്താ ഒന്നും അറിയാത്തതുപോലെ? ഇന്ന് വാക്കുറപ്പിക്കേണ്ട ദിവസമല്ലായിരുന്നോ? വാക്ക് ഉറപ്പിച്ചില്ല, മൂക്ക് ഉറപ്പിച്ചില്ല. വാക്കവരങ്ങ് മാറ്റി. നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിരിച്ചോണ്ട് പറയാൻ കഴിയുന്നു? എനിക്ക് ചിരിയൊന്നും വരുന്നില്ല, കരച്ചിലാ വരുന്നത്. ഇനി സീത അറിയുമ്പോ എന്താവോ എന്തോ, എനിക്കറിയാൻ മേല. അമ്മ ഇനി സീതയോട് വിസ്തരിക്കാനോ പറയാനോ ഒന്നും പോകണ്ട. ഞാൻ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ആ പെണ്ണിനെന്തെങ്കിലും അല്ലെങ്കിൽ വേണ്ട, നമ്മളായിട്ടൊരു പെണ്ണിനെ ദോഷം പറയണ്ട. വെറുതെ സീതയെ പറ്റി ആൾക്കാർ പറയുമ്പോ നമുക്ക് നോവുന്നില്ല. എന്നാലും എന്റെ മോനെ, ആരായിരിക്കും ഈ കല്യാണം മുടക്കിയത്? ആ, അതൊക്കെ കണ്ടുപിടിച്ചിട്ടല്ലേ ഞാൻ വരുന്നത്. പറ, ആരാടാ അത്? പെങ്ങളെ ആ വാക്കത്തെയും എടുത്തോട്ട് വാ. നിങ്ങളിത് ഏത് രാജ്യത്ത് പോവാ വെട്ടുകത്തിക്കൊണ്ട്? ഏത് രാജ്യം വെട്ടിപ്പിടിക്കാനാ? അതോ മൂന്നാം ലോക മഹായുദ്ധത്തിനോ? മിണ്ടാതെ അവിടെ എങ്ങനെ പോയിരുന്നേ? ആശുപത്രി കയറിയാ പിന്നെ 10-20 ദിവസം കഴിഞ്ഞ് മാത്രം പുറത്തിറങ്ങുന്ന ഒരാളാ. എല്ലാ അസുഖങ്ങളുടെ വിളനിലം. എന്നിട്ടോ ആവേശം കണ്ടില്ലേ? വെട്ടുകത്തി എടുത്തോണ്ട് വെട്ടാൻ പോകുന്നു. ഇപ്പോഴേ യൂത്തിന്റെ സമയമാ. റിമോട്ടിലെ എല്ലാം നകുലനിട്ട് പണിഞ്ഞവരെ ഞാൻ തിരിച്ചും പണിയും. ഒന്നുമല്ലെങ്കിലും പിതാശ്രീയുടെ അതേ ചോരയല്ലേ ഞാനും. അപ്പൊ എനിക്കറിയാം എന്ത് വേണമെന്ന്. അല്ല മോനെ, ആരാ ഈ കല്യാണം പോയി മുടക്കിയത്? മുടക്കിയത് വേണ്ടപ്പെട്ടവര് തന്നെയാ. ആ പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ട കാശൊക്കെ കൊടുക്കാന്ന് ഓഫറും ചെയ്തു. അത്രയ്ക്ക് വലിയ പക ആർക്കാടാ? പറയടാ. ആ വയലോരം വീട്ടിലെ വിഷം മതികല അവളുടെ അമ്മയുണ്ടായിരുന്നെന്നാ പറഞ്ഞത്. ഇന്നലെ വൈകിട്ടൊരു കാറുമായി ചെന്നെന്ന്. ദൈവമേ, ആ മതികലയോ? ആ, അവര് രണ്ടും കൂടി ചെന്നു. എനിക്ക് കൃത്യമായ വിവരം കിട്ടി. ഇനി ഞാൻ അവരോട് പറയാം.
അവളും അവളുടെ അമ്മയും കൂടെ ചേർന്ന് എന്റെ കല്യാണം നടത്തി തരാൻ പോരെ? അയ്യോ മോനെ, വഴക്കിനൊന്നും പോവല്ലേടാ. സീത ഇപ്പൊ ആ വീട്ടിലില്ലേ? നമുക്ക് അല്ലാതെ തന്നെ സംസാരിക്കാം. ഇനി ഒരു ആലോചന വരുമ്പോ ഇങ്ങനെ ഒരു അപകടം കൂടി ഉണ്ടെന്ന് പറഞ്ഞേക്കാം. ഇനി അവൾ എന്റെ കല്യാണം മുടക്കത്തില്ല അമ്മായി. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ചെയ്ത് തുടങ്ങിയെന്ന് തന്നെ അങ്ങ് കൂട്ടിക്കോ. ഓ, നിങ്ങൾ മുടിയൊക്കെ കറുപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാകാണോ? നിനക്ക് മോന്തൊക്കെ പെയിന്റ് അടിച്ച് സുന്ദരിയാകാമെങ്കിൽ എനിക്കെന്തായിക്കൂടെ? തലയിൽ നോക്കിയാൽ സൂര്യൻ ഉദിച്ചതുപോലെയുണ്ട്. നിന്റെ മുഖത്ത് നോക്കി അപ്പ സൂര്യൻ അസ്തമിക്കും. നിങ്ങളോ എന്തെങ്കിലും പറയാമെന്നതാണെങ്കിൽ പറഞ്ഞിട്ട് പോ. ആ, ഞാനൊരു കാര്യം പറയാനാ വന്നത്. പറഞ്ഞോ. ഞാൻ എന്റെ പെങ്കൊച്ചിന്റെ വീട്ടിലേക്ക് പോവാ. എന്താ അവിടെയുള്ളവരുടെ സമാധാനം കൂടെ കളയാനോ? അവിടെ ആരുടെ സമാധാനം പോയാലും എനിക്കൊന്നുമില്ല. എനിക്കെന്റെ കൊച്ചിന്റെ സമാധാനമാ വലുത്. അതുകൊണ്ട് 8-10 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചു വരുന്നുള്ളൂ. 10 ദിവസം കഴിഞ്ഞു? അവിടെ ഉത്സവത്തിന് കൊടികയറിയോ? ഉത്സവമല്ല, താണ്ഡവവും കരിമരുന്ന് പ്രയോഗവും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. നീ ഇവിടെ തങ്ങാനായിട്ട് പോകരുത്. ഞാൻ പോവും. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ സഞ്ജുവും ശീലാവതിയും ഒക്കെയുണ്ട്. കുറച്ചു ദിവസം നിങ്ങളിവിടെ തന്നെത്താൻ വെച്ചുണ്ടാക്കി ജീവിക്കും. ദൈവമേ, ഇവളുടെ കാര്യം. ഇനി തൊട്ടാ ഇവിടെ കളി നടക്കാൻ പോകുന്നത്. മതികളെ ഒറ്റപ്പെടുത്തി ജയിക്കാന്ന് കരുതിയവരൊക്കെ മുട്ടിലിഴഞ്ഞ് മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ വരയ്ക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതെ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം. നീയോ? നീ എന്നെ കലയിടത്തിന്ന് വിളിക്കണം. ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ നിന്നെ എന്ത് വിളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കാം. നാട്ടുകാരുടെയും ഈ വീട്ടുകാരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചിലപ്പോ നിന്നെ കലയിടത്തി എന്ന് വിളിക്കുമായിരിക്കും. അല്ലാത്തപ്പോ ഞാൻ പറഞ്ഞല്ലോ, നീ കേട്ടിട്ടില്ലാത്ത പല വിളിയും ഞാൻ വിളിച്ചെന്നും ഇരിക്കും. അതിനുള്ള ധൈര്യം നിനക്കില്ല മനസ്സിജ. ഇനി തൊട്ട് മതികല ഇവിടെ ഒറ്റയ്ക്കല്ലടാ. മതികലയുടെ പിന്നിൽ ഒരു സൈന്യമാണ് ഇനി അണിനിരക്കാൻ പോകുന്നത്. ഒരു സൈന്യമോ ഒരു അക്ഷൗഹിണിയോ വരട്ടെ, മനസ്സിനൊന്നുമില്ല. കണക്കുകൾ മനസ്സിനും മതികലയ്ക്കും ഇടയ്ക്കാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു തീർക്കുകയും ചെയ്യും. കാണാം. ഓ, കാണാം. ഇങ്ങിതാ കുഞ്ഞെ. ആഹാ, എന്താ എല്ലാത്തിനും ഇറക്കി വിട്ടോ മാണിക്യമംഗലത്തുനിന്ന്? നീ ആരാടാ അത് ചോദിക്കാൻ? അലഞ്ഞു തിരിഞ്ഞു വന്നവനെ. ഇതേ എന്റെ മകളുടെ ഭർത്താവിന്റെ വീടാ. ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കാനായിട്ട് വന്നതാ. ഇവിടെ താമസിച്ച് ചെയ്യേണ്ട ചില പണികളും ക്രിയകളും ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്ത് കുടിയിരുത്തേണ്ടവരെ കുടിയിരുത്തിയും ആവാഹിക്കേണ്ടവരെ ആവാഹിക്കുകയും ചെയ്തിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായോ? നല്ല കാര്യം. പക്ഷെ ഈ നടക്കാത്ത മോഹങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചിന്തിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? നടക്കോ ഇല്ലോന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരടാ. എടാ വളർത്തു പട്ടി, എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമായടാ നിനക്ക്? നീ എന്ത് കരുതി? ആശുപത്രി കിടക്കെന്ന് എണീറ്റ് വന്നപ്പോഴേക്കും മനസ്സിജൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയെന്നോ? ഒന്നും മറന്നിട്ടില്ല. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് മോനെ. പലിശയും പിഴപ്പലിശയും അതിന്റെ പലിശയും ചേർത്ത് ഉടൻ തന്നെ നിന്റെ അക്കൗണ്ട് ഞാൻ സെറ്റിൽ ചെയ്യും. കേട്ടല്ലോ? നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനേ ഒരു DYSPയുടെ മോനാ. എടാ, DYSP എന്ന് പറഞ്ഞ ആരാടാ? DYSPക്ക് മേലെ ഓഫീസർമാരും ഇല്ലേ? DYSPയുടെ മോനായി ജനിച്ചതുകൊണ്ട് പിറന്നപ്പോഴേ ബുള്ളറ്റ് പ്രൂഫ് വച്ചിട്ടുണ്ടോ നിന്റെ നെഞ്ചിൽ? ഇല്ലല്ലോ. അപ്പോ എന്റെ നെഞ്ചിൽ കയറിയ കത്തി നിന്റെ നെഞ്ചിലും കയറും. അത് നീ ഓർത്തു വച്ചോണം, കേട്ടോ? ഇവനെയും നിന്റെ അമ്മയാണോ നീ വലിയ സൈന്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്? കൊള്ളാം, അത് കൊള്ളാം. എടി, ആര് വന്നാലും ശരി, മനസ്സ് ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. നിന്റെ അമ്മയും കൂടെ കേൾക്കാനായി പറയുന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. നിന്നോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. നിന്നോട് മാത്രമല്ല, നിന്റെ പൊട്ടി ഭാര്യയോടും. ആദ്യം ഞാനൊന്ന് അകത്തോട്ട് കയറട്ടെ. ഓട്ടടാ,
നിന്റെ അച്ഛൻ കുറെ എതിർത്തായിരുന്നു. പോകരുത്, നിക്കരുത്, എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ലടി. എനിക്ക് നിന്റെ കാര്യമോ ഏറ്റവും വലുത്. പിന്നെ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഞാനും വന്ന് നിൽക്കും മതി. എന്തു വേണമെങ്കിലും ചെയ്തോ, ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ ഉള്ള ഒരൊറ്റ ഒരെണ്ണത്തിനും സ്വസ്ഥത കൊടുക്കരുത്. അതിനുള്ള വഴിയൊക്കെ നീ ആലോചിച്ച് വെക്കും. വേണമെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കോ. എല്ലാത്തിനും ഒന്ന് വരട്ടണോടാ. ഞാൻ ഏറ്റു മതി, ഞാൻ ഏറ്റു. എന്റെ ആയുസിന് വില പറഞ്ഞിരിക്കുന്ന ഒരുത്തൻ ഇവിടെയുണ്ട്. അപ്പൊ പിന്നെ ഞാൻ വെറുതെ ഇരിക്കോ? അയ്യോ സാർ, നാണമില്ലാത്തവളെ, എന്റെ വാക്ക് ധിക്കരിച്ച് നീ ഇങ്ങോട്ട് പോകുന്നു അല്ലേ? നിങ്ങൾ എന്റെ ഭർത്താവ് മാത്രമല്ലേ, അല്ലാതെ ഉടയ തമ്പുരാനൊന്നും അല്ലല്ലോ പറയുന്നത് മുഴുവൻ അനുസരിക്കാനായിട്ട്. അന്തസ്സുള്ള പെണ്ണുങ്ങൾക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ തന്നെയാ. എന്നെ പോലുള്ളവർക്ക് വളർത്തുനായും ഭർത്താവ് ഉദ്യോഗസ്ഥരും. മനസ്സിലായോ? ആ, നിനക്ക് മാത്രമല്ല, നിന്റെ മോൾക്കും അങ്ങനെ തന്നെയാ. ഞാൻ അവിടെ വരുമ്പോ എന്റെ കുറ്റങ്ങൾ പറയുന്നത് ഞാൻ സഹിക്കുന്നുണ്ട്. ഇവിടെ കൂടെ കയറി വന്ന് എന്റെ കുറ്റം പറയാൻ നിൽക്കരുത് കേട്ടോ. ഇവിടെയും കൂടെ എന്ന് പറഞ്ഞാൽ ഓ, നീ വലിയ ബഹുമാനത്തോടെയും വിനയത്തോടെയും താമസിക്കുന്ന വീടല്ലേ ഇത്? നിന്റെ ഭർത്താവിന്റെ വീട്, ഭർതൃഗൃഹം. ആ, എനിക്ക് ഇത്രയും വിനയവും ബഹുമാനവും ഒക്കെ ഉള്ളൂ. സഹിക്കാവുന്നുള്ളവരങ്ങ് സഹിച്ചാ മതി. ജലജ, നീ വന്ന് വണ്ടി കയറ്, നമുക്ക് തിരിച്ചു പോവാം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ 10 ദിവസം എന്റെ മോളുടെ കൂടെ ഇവിടെ നിന്നിട്ടേ ഉള്ളൂ. 11ാമത്തെ ദിവസം നീ അങ്ങോട്ട് വരുമ്പോഴേ ആ വീടിന്റെ വാതില് തുറക്കണമെന്നില്ല. അങ്ങനൊന്നും നിങ്ങൾ പേടിപ്പിക്കണ്ട. ആ വീട്ടിൽ നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അവകാശമുണ്ട്. ബാങ്ക് അക്കൗണ്ട് മുതൽ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും എന്റെയും നിങ്ങളുടെയും പേരില. നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ അവകാശ പ്രഖ്യാപനങ്ങളൊക്കെ നമുക്ക് പിന്നെ നടത്താം. തൽക്കാലം ഞാൻ പറയുന്നത് നീ അനുസരിക്ക്. ആളുകൾ എറിഞ്ഞ നാണക്കേടാ. എന്ത്? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതോ? എന്തായാലും ഞാൻ നിങ്ങളെ ഇട്ടിട്ട് ഇറങ്ങിപ്പോന്നതാണെന്ന് ആരും പറയില്ല. കാരണം ഈ പ്രായത്തിൽ ഞാൻ നിങ്ങളെ ഇട്ടിട്ട് എങ്ങോട്ട് പോകാനാ? അതൊന്നും ഒരു കാര്യമല്ല. ദേ, ഈ വയലോരം വീട്ടിലെ ചെറിയ പരിമിതിക്കുള്ളിൽ നീ വന്ന് താമസിക്കുന്നെന്ന് നാട്ടുകാരറിഞ്ഞാൽ അതെനിക്കൊരു നാണക്കേട് തന്നെയാണ്. ഈ വീട്ടിലെ പരിമിതികളെ കുറച്ച് പുരോഗതിയിലേക്ക് കൊണ്ടുവന്നത് എന്റെ കാശുകൊണ്ടാ. ഇവിടെ ഫ്രിഡ്ജ്, TV എന്നിവ മേടിച്ചു കൊടുത്തതും ഈ വീട് പരിഷ്കരിച്ചു കൊടുത്തതും എല്ലാം എന്റെ പൈസയാ. ഈ വീടിന്റെ കടം വീട്ടാൻ പണം കൊടുത്തത് ഞാനാ. എന്റെ പണവാ. നിനക്ക് ലജ്ജയില്ലേ ഇങ്ങനെ എണ്ണി എണ്ണി പെരുക്കി കണക്ക് പറയാൻ? എന്തുകൊണ്ട് കണക്ക് പറയാതിരിക്കണം? നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം എല്ലാരും എണ്ണിപ്പെറുക്കി പറയുന്നുണ്ടല്ലോ. അപ്പൊ ജലജകുമാരി ചെയ്ത ചില നല്ല കാര്യങ്ങൾ കൂടി ആൾക്കാരറിയട്ടെ. സ്വന്തം മോളുടെ വീട്ടില് നീ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുത്തതാണോടി ഇത്ര വലിയ മഹത്തായ മഹിമ? അതനുഭവിക്കുന്നതാരാ? നിന്റെ ഈ മോള്. ഇവിടെ മറ്റാരും അതിനകത്ത് ഒരു കുപ്പി വെള്ളം പോലും വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നില്ല. നിങ്ങൾ വയലോരം വീട്ടുകാരുടെ അപ്പോസ്തലനായി എന്നോട് നിന്ന് സംസാരിക്കണ്ട. ഞാൻ തിരിച്ചിപ്പോ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതെ അങ്കിളെ, ആന്റി ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല. നീ ആരാടാ എന്നോട് സംസാരിക്കാനായിട്ട്? നീയാണിപ്പോ അവളെ കൊണ്ടു നടന്ന് വഷളാക്കുന്നത്. എന്നിട്ട് വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നോ? അടിച്ച് അണപ്പലി ഞാൻ തുപ്പിക്കും. കാണണോ നിനക്ക്? എന്റെ അച്ഛന് അറിയണം അങ്കിൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന്. അറിഞ്ഞാൽ അച്ഛനെ ഇങ്ങോട്ടൊരു വരവ് വരൂ. വന്നാ നിന്റെ അച്ഛനും മേടിക്കും. ആ, പണ്ടേ ഞാനെ വിട്ട് ഓങ്ങി വെച്ചേക്കുന്നതാ. ഒരു DYSP ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉള്ള കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ എന്റെ കുടുംബം കൂടെ നശിപ്പിച്ചവനാ. അവനിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ആ, എല്ലാവരും കൂടിയുള്ള കണക്ക് ഒന്നിച്ചു തീർക്കും ഞാൻ. അതുകൂടെ പറഞ്ഞേക്കാം. സ്വന്തം വീട്ടിലല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് മര്യാദക്ക് സംസാരിക്കുന്നത്. നീ വരുന്നുണ്ടോ ഇല്ലയോ അവസാനമായിട്ട് ചോദിക്കുക. ഞാൻ വരുന്നില്ല. എനിക്ക് തോന്നുമ്പോ ഞാൻ വരും. നിനക്ക് തോന്നുമ്പോ നീ വന്നാ എനിക്ക് തോന്നിയാ ഞാൻ വാതിൽ തുറക്കാം. പിന്നെ വിളിച്ചാൽ ഉടനെ ഞാനങ്ങ് വരാൻ പോവല്ലേ? ഇവിടെങ്ങും ആരുമില്ലേ മോളെ? ഒന്നിനെയും കാണുന്നില്ലല്ലോ. എല്ലാം ചത്തുപോയോ? എല്ലാം ഉണ്ട്. അടുക്കളയിലോ മുറിയിലോ ഒക്കെ കാണും. അമ്മ അകത്തോട്ട് വാ. സഞ്ജു, നീ പൊയ്ക്കോടാ, ഞാൻ വിളിപ്പിക്കാം. ശീലാവതിയെ കൂടെ കൊണ്ടുപോയിക്കോ. നീ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചേക്കണം. തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് വന്നാ മതി. ഓ ശരി മാഡം. അമ്മ വാ. എടി തമിഴത്തി. என்னம்மா எதுக்கு தமிழத்தின்னு கூப்பிட்ட? நான் வந்து ஹாஃப் தமிழ் ஹாஃப் மலையாளம். உங்களுக்கு என்ன வேணும்? എന്നാ വേണോന്നോ? ഞാൻ ഇവിടെ വന്നത് നീ കണ്ടില്ലായിരുന്നോ? ഞാനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. அப்பப்பா, நீங்க தானா கடவுள்?
நீங்க இவிடுத்த காரியம் மொத்தம் നോക്കിക്കോ. എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാലേ വിവരം അറിയും. ആഹാ, അത്രയ്ക്കായോടി അഹങ്കാരി? വല്ല നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് എന്നെ ഭരിക്കാൻ വരുന്നോ? ഞാൻ വല്ല നാട്ടിൽ നിന്ന് വന്നെങ്കിൽ എന്താ? മാണിക്യമംഗലത്തിലല്ലല്ലോ ഞാൻ താമസിക്കുന്നത്. പെരിയപ്പായ്ക്ക് കൂടെ അവകാശമുള്ള വീടായത്. ഇവിടെ എനിക്ക് താമസിക്കാം. അത് നിങ്ങളെയും നിങ്ങളുടെ മോളെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഓഹോ, അത്രയ്ക്കൊക്കെ ആയി. അവകാശമൊക്കെ സ്ഥാപിച്ചിട്ടാണ് നിന്റെ ഇവിടുത്തെ താമസം. നിന്റെ അവകാശം ഒഴിവാക്കി നിന്നെ ഇവിടുന്ന് പിടിച്ചിറക്കി വിടുന്നത് കാണണോ? അതൊന്ന് കാണണം. കണ്ടിട്ടേ നീ ബാക്കി കാര്യം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്. എടി, നിന്റെ ഭ്രാന്ത് എന്റെ അടുത്ത് എടുക്കണ്ട. എന്റെ മോളുടെ ഭർത്താവിനെ വലവീശി പിടിക്കാനുള്ള നിന്റെ പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോ. നിങ്ങളുടെ മോളുടെ പുരുഷനെ ഞാൻ വലവീശി പിടിക്കാനോ? നല്ല കാര്യമായി. രവിയണ്ണേ എനക്ക് അണ്ണ മാതിരി. പിന്നെ എനിക്ക് വലവീശി പിടിക്കണമെന്ന് തോന്നിയാ വലവീശി പിടിക്കും. വേണ്ടി വന്നാ കല്യാണവും കഴിക്കും. കാണണോ നിങ്ങൾക്ക്? ആഹാ, അത്രയ്ക്കായോ? എന്റെ മോളുടെ ഭർത്താവിനെ കല്യാണം കഴിക്കുമെന്ന് പറയാറായോടി നീ അഹങ്കാരി? നിങ്ങൾ എന്നെ വെല്ലുവിളിച്ച ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കും. ഞാനത് നടത്തും. അതാണ് എന്റെ ഒരു രീതി. അല്ലാതെ വെറും സംസാരമൊന്നുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഇവിടെ വന്നോ നിന്നോ എല്ലാവരെയും ഭരിച്ചോ. പക്ഷെ പഴനിമല മയിലമ്മയോട് കളിക്കാൻ വന്ന ഒരിഞ്ഞു തള്ളും മയിലമ്മ. നിന്നെ ഞാൻ കാണിച്ചു തരാടി. சும்மா வம்ப விடாம போய் உங்க வேலையை பாருங்க. മനുഷ്യ നോക്കിച്ചേ, ഞാൻ ഭയങ്കര ബുദ്ധിമതിയല്ലേന്നൊന്ന് നോക്കിച്ചേ. ഓ കണ്ടേ, ഇങ്ങനെ കളിച്ച എന്റെ കുട്ടിമണിക്ക് ഈർക്കിലി കളിയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പാ. എന്തോന്ന് ഗോൾഡ്? ഗോൾഡ് എന്ന് പറഞ്ഞാൽ അച്ചി ജലദോഷം. അങ്ങനെ. വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകം. വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നീ ഈ ലോകത്തെ 1-ാം നമ്പർ ആളാണെന്ന്. ഈ ഈർക്കിലി കളിയില? ആ. എന്റെ കുട്ടിമണി, നീ ഒന്ന് അടങ്ങിയിരിക്ക്. എടി, വയറ്റിനകത്ത് കുഞ്ഞുമണി ഉള്ളതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. കുഞ്ഞുമണി എന്നിട്ട് എന്നോട് അടങ്ങിയിരിക്കാനൊന്നും പറയുന്നില്ലല്ലോ. മനുഷ്യൻ വെറുതെ എന്നോട് ആവശ്യമില്ലാതെ വായിക്കണം വല്ല കേട്ടോ. കണ്ണു കുത്തി തരണോ? യോ, കണ്ണിലൊന്നും കുത്തരുത്. കണ്ണു പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ അങ്ങനെ കാണും. മനുഷ്യൻ ഇപ്പൊ കാണണ്ട. അപ്പൊ ഞാൻ കാണണ്ടേ? എടി, നിന്നെ ഞാൻ കാണണ്ടേ? വേണ്ട, എന്നെ ഇത്രയും കാലം കണ്ടല്ലേ, നീ ഇപ്പൊ എന്നാ കാണാനാ? അപ്പൊ ഞാൻ എന്റെ കുഞ്ഞുമണിയെ കാണണ്ടേടി. അത് നേരം. മനുഷ്യന് കുഞ്ഞുമനെ കാണണം. അതെ, അതിപ്പോ കുഞ്ഞുമനെ കാണാനൊന്നുമില്ല. എന്നെ പോലെ അടിച്ചു. ഞാൻ കുട്ടിയിലെ എങ്ങനെ ഇരുന്നോ അതുപോലെ അടിച്ചു കുഞ്ഞുമണി കേട്ടോ. പിന്നെ എങ്ങോട്ട് വാനേ ഒരു കാര്യം വേണ്ട. എന്റെ അത്രയും മുടിയും എന്റെ അത്രയും വലിയ കണ്ണും എന്റെ അത്രയും സുന്ദരി ഒന്നും അല്ല. മനുഷ്യന്റെ കുട്ടിമണിയാ ഏറ്റവും നല്ല സുന്ദരി. അസൂയക്കാരി. സ്വന്തം മോളോട് തന്നെ വേണോടി നിന്റെ അസൂയ? എനിക്ക് അസൂഹികയൊന്നുമില്ല. അസൂഹികയല്ല ഞാൻ പറഞ്ഞത്. എന്റെ അത്ര സുന്ദരി ആരുമില്ല. വയലോല വീട്ടിലൊരൊറ്റ രാജകുമാരിയുള്ളൂ. അതി കുറ്റുമണിയാ, കുറ്റുമണി മാത്രമോ? അപ്പൊ കുഞ്ഞുമണിയോ? കുഞ്ഞുമണി ഈ രാജകുമാരിയുടെ മോളുകുമാരി. എടി കുഞ്ഞനെ, നിന്നെ മോളുകുമാരി ആക്കിയട്ടോ. നല്ല മോളുകുമാരി. എന്താ ഒരു നീണ്ട സംസാരം? ഓ, ഞങ്ങളെ ഇന്ത്യ പാകിസ്ഥാൻ സമാധാന കരാറിനെ കുറിച്ച് പറയുകയായിരുന്നു. ഞങ്ങൾ എന്ത് നിലപാടെടുക്കണമെന്ന് അവിടെ അറിയിക്കണ്ടേ? ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാനം ഉണ്ടാകും, പക്ഷേ നമുക്കിടയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവണമെന്നേ എനിക്ക് വലിയ നിർബന്ധമില്ല. നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരു സമാധാന കരാർ ഉണ്ടായാലേ ദൈവം പോലും ലജ്ജിച്ച് തലതാഴ്ത്തി പോവും. നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും, അധികം താമസിക്കാതെ കിട്ടും. ഞൊട്ടും. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്റെ മനുഷ്യനെ നീ എന്താടി എന്നെ വിളിച്ചത്? ചക്കപ്പോത്തുന്നോ? എന്റെ മനുഷ്യനെ നോക്കിയാണ്ടല്ലോ നിന്റെ തവല
എടാ, ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോടാ? നിന്നെയും നിന്റെ ഭാര്യയും ഉൾപ്പെടെ ഇവിടെയുള്ള സകലതിനെയും ഒരു പാഠം പഠിപ്പിക്കാനാ. എന്റെ കൊച്ചിനെ ജീവിക്കാൻ സമ്മതിക്കാതെ കുറെ ആളുകള് ബാധ, ബഹളം, തുള്ളല്, എന്തെല്ലാം കാര്യങ്ങളാ. ജലജകുമാരിക്ക് അതൊക്കെ ഒന്ന് അറിയണം. ഇവിടെ ആരൊക്കെയാ തല ഉയർത്തി നിൽക്കുന്നതെന്ന്. ഇവിടെ ഞങ്ങളൊക്കെ തല ഉയർത്തി തന്നെ നിൽക്കും. ഞങ്ങളുടെ തല നിങ്ങളുടെ കയ്യിലല്ലല്ലോ. ഞങ്ങളുടെ തലകൾ വെട്ടിയെടുത്ത് ഒരു താലത്തിൽ വെച്ചൊരുന്ന് ചിന്തിക്കുകയും വേണ്ട. ജലജാകുമാരി മോൾക്ക് സംരക്ഷണവുമായിട്ട് വന്നതാണെങ്കിൽ പോയി മോൾക്ക് കാവലിരിക്കണം. അത് അമ്പും വില്ലും പിടിച്ചോ തോക്കും പിടിച്ചോ ഒക്കെ കാവലിരിക്കാം. അതല്ലാതെ വേറെ ആരെയും ഭരിക്കാനൊന്നും ഇങ്ങോട്ട് വരണ്ട. ഭരിക്കുകയും ചെയ്യും, നിയന്ത്രിക്കുകയും ചെയ്യും. നീ എന്ത് ചെയ്യും? എന്നെയും കുട്ടിമണിയും ഭരിക്കാനും നിയന്ത്രിക്കാനും വരണ്ട. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും. അത് തന്നെ അറിയാലോ. ഇന്നത്തെ കൂട്ടി ഒരു ഒറ്റയാടി ടെപ്പർ വാങ്ങിട്ട് നിന്റെ ഉണ്ട കണ്ണിലാ നിനക്കിട്ട് വെച്ചിട്ടുണ്ടടി. നിന്റെ ഈ അഹങ്കാരം എവിടം വരെ പോവെന്ന് എനിക്കൊന്ന് അറിയണം കേട്ടോ. നീ ഒന്ന് എണീറ്റ് വന്നതല്ലേ ഉള്ളൂ. ഇനിയും നീ കിടക്കും. നിങ്ങളും ഒന്ന് എണീറ്റ് വന്നതല്ലേ ഉള്ളൂ. പഴയ വീൽ ചെയർ വീട്ടിൽ തന്നെ ഇരിപ്പില്ലേ ഉരുട്ടി കളിക്കാനായിട്ട്? ഇങ്ങ വന്നേ. എന്തൊക്കെയാ വിളിച്ചത്? തവളക്കണ്ണിന്ന് വിളിച്ചില്ലേ? വിളിച്ചു വെച്ച് മറന്നു. വന്നേ. മനുഷ്യൻ പിടിച്ചില്ല അവളെ കൊന്നേനെ. ചക്കപ്പോത്ത് എന്താടി നീ എന്നെ കണ്ടപ്പോ ഒന്ന് ഞെട്ടിയത്? നിങ്ങളെ കണ്ട ആരാ ഞെട്ടാത്തത്? ഞെട്ടണം. മാണിക്യമംഗലത്തെ ജലജകുമാരിയെ കണ്ടാൽ ഞെട്ടണം, വിറയ്ക്കണം, അനുസരിക്കണം. കൊള്ളാം, നല്ല ആഗ്രഹമാ. നിങ്ങളെ കണ്ട ഞെട്ടും. നിങ്ങളുടെ രൂപവും ഭാവവും. അല്ലാതെ നിങ്ങളെ അനുസരിക്കുമെന്നോ പേടിച്ച് വിറയ്ക്കുമെന്നോ കാല് പിടിച്ച് അപേക്ഷിക്കുമെന്നോ ഒന്നും നിങ്ങൾ കരുതണ്ട. മതികല അമ്മയെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിച്ചത് എന്തിനാണെന്ന് നല്ലതുപോലെ അറിയാം. പക്ഷേ ആ കാര്യം നടക്കത്തില്ല. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചിട്ട് അമ്മയും മോളും കൂടി മാറി മാറി ഇങ്ങ് കുളിച്ചോ. ഞങ്ങള് കുളിക്കോ? നിങ്ങളൊക്കെ കുളിപ്പിച്ച് കിടത്തുവെന്ന് ഞാൻ കാണിച്ചു തരാം. പഴയ തേപ്പൊട്ടി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നീ മറന്നിട്ടില്ലല്ലോ അത്? മറന്നിട്ടില്ല. ഞാൻ മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, ആ അയൺ ബോക്സ് ഞാൻ ഇടയ്ക്കിടയ്ക്കെടുത്ത് നോക്കാറുമുണ്ട്. ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് തരണോ നിങ്ങളുടെ മോൾക്ക് തരണോ എന്ന് ഞാൻ തീരുമാനിക്കും. എന്നിട്ട് ഞാൻ പറയാൻ മറുപടി അതേ പെട്ടികൊണ്ട്. എന്റെ മോളുടെ മുന്നില് കൈ പൊക്കാനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? സംശയം എന്താ? നിങ്ങളും നിങ്ങളുടെ മോളും എന്താ ഉരുക്കൊണ്ട് നിർമ്മിച്ചതാണോ? എന്റെ ജീവിതം തകർത്തത് നിങ്ങളാണ്. നിങ്ങളും നിങ്ങളുടെ മോളും ചേർന്നു. നിങ്ങളുടെയും മോളുടെയും കള്ളത്തരം കണ്ടുപിടിച്ച എന്നെ തേപ്പ് വെട്ടിക്കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി. പിന്നെ ഞാൻ ചത്തെന്ന് കരുതി എവിടെയെങ്കിലും കൊണ്ട് കളയാൻ മനസ്സിനെ ഏൽപ്പിച്ചു. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ഉച്ചത്തിൽ വിളിച്ചു പറയടി. നീ ഇപ്പൊ മനസ്സുജന്റെ വലിയ അഭ്യുദയകാംക്ഷയല്ലേ? മനസ്സുജന്റെ മനസാക്ഷി സൂക്ഷിക്കുന്ന ഏട്ടത്തിയല്ലേ? നീ ഇതൊന്ന് ഉച്ചത്തിൽ പറ. എന്നിട്ട് അവൻ തല കുമ്പിട്ട് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇനി ഈ സംഭവം പുറത്തറിയുന്നതിന്റെ പേരിൽ ഞാനും എന്റെ മോളും ജയിലിൽ കയറേണ്ടി വന്നാലും പ്രശ്നമില്ല. നിങ്ങളുടെ ഉദ്ദേശം അതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സീത ഇതാരോടും പറയാനും പോകുന്നില്ല. അങ്ങനെ ഒരു അബദ്ധം ഞാൻ കാണിച്ച ഇപ്പോ ജീവിതത്തിന്റെ വഴിയില്ല മനസ്സുജൻ. കുട്ടിമണിയെ സ്നേഹിച്ച് ജീവിതം എന്താണെന്ന് അറിയുക മനസ്സുജൻ. ആ മനസ്സുജനെ ജയിലിലാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളെല്ലാം ഇപ്പൊ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. നീ മഹാപരിത്യാഗി, സർവം സഹയായ സീത. പക്ഷേ ജലജ വെറുതെ ഇരിക്കത്തില്ലടി. എന്റെ മകളെ ഇവിടെ ഉപദ്രവിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് നീയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നിന്നോട് നേർക്കുനേർ സംസാരിക്കാൻ ഞാൻ വന്നത്. നിന്റെ മുറച്ചെറുക്കന്റെ പെണ്ണുകാണൽ കഴിഞ്ഞതൊക്കെ നിനക്കറിയാലോ. അതെങ്ങനെയാ മുടങ്ങിയതെന്നും നിനക്കറിയാലോ. നിങ്ങൾ നിങ്ങളുടെ മോളും ചേർന്ന മുടക്കിയെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു കല്യാണം മുടങ്ങിയോണ്ടേ നകുലേട്ടൻ അങ്ങനെ പെണ്ണ് കിട്ടാതെ നിന്നു പോകത്തൊന്നുമില്ല. പിന്നെ ടിപ്പറും കൊണ്ട് നടക്കുന്ന ആളാ നകുലൻ. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. അയാള് പണ്ടിട്ടിരുന്ന ഒരു കുപ്പായമുണ്ട്. അതിനി എടുത്തിടരുതെന്ന് പ്രാർത്ഥിക്കുവാ ഞാനും എൻ്റെ വീട്ടുകാരും. പക്ഷേ നിങ്ങളായിട്ട് അതിനെ നിർബന്ധിച്ച അമ്മയും മോളും കൂടി കാറിലിങ്ങനെ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോഴേ നകുലേട്ടന്റെ ടിപ്പറിനെ ഒന്ന് നക്കാൻ പോലുമില്ല. അതോർത്തോണം. എടീ പോ പെണ്ണുമില്ലേ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല.
എന്താ സാറേ? ചുമ്മാ ഇന്ന് നിന്റെ പിറന്നാളാണെന്ന് കേട്ടു. ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി വന്നതാ. അയ്യോ, എന്റെ പിറന്നാൾ കുംഭത്തിലെ ഭരണിയില്ല. നിന്റെ നക്ഷത്രം ഭരണിയാണെന്ന് നിന്റെ ശരീരം കാണുമ്പോഴേ അറിയാം. ഈ വീട്ടിലെ മെമ്പേഴ്സിലെല്ലാം ഒന്ന് വിളിക്കേ പെട്ടെന്ന്. സ്കൂള് വിട്ടതുപോലെ തന്നെ ഉണ്ടല്ലോ ഒരു പട. ബാലന്റെ ഒന്നാം ഭാര്യയും രണ്ടാം ഭാര്യയൊക്കെ എന്തിയെ? അയ്യോ, രണ്ടാം ഭാര്യ ഇട്ടിട്ട് പോയി. സാർ അറിഞ്ഞില്ലായിരുന്നോ? പിന്നെ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസിൽ അതായിരുന്നു. തിരിച്ചു വന്ന ഒന്നാം ഭാര്യയോ? അത് ഗർഭിണിയല്ലയോ സാറേ? അതും എന്റെ മയിലുമോളും കൂടെ പുറത്തേക്ക് പോയേക്കുവാ. ശരി. അല്ല, ഞങ്ങളെ എല്ലാരെയും കൂടി എന്തിനാ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്നത്? ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണ്. എന്നിട്ട് എന്റെ വീട്ടിൽ ആണി അടിച്ച് തൂക്കണം. എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോ നിങ്ങളുടെ എല്ലാം പടം കണ്ടാ മതി. എന്റെ പ്രശ്നം ഒന്നും അല്ലാതായി പോവും. ഈ വീട്ടിലുള്ള എല്ലാവരും, ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, ഇന്നു മുതൽ ഇനി ഞാൻ പറയുന്നത് വരെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞിട്ട് എന്റെ പെർമിഷനോടുകൂടി ആയിരിക്കണം. എന്തിനാ സാറേ? എടാ, വണ്ടിക്കൂലിയും തന്ന് നിങ്ങളെ എല്ലാവരും വിളിച്ചോണ്ട് ഒരു ഹോട്ടലിൽ കൊണ്ടുവരുത്തി ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാനാണ്. എന്താ സാറേ കാര്യം? ഇവിടുത്തെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? അത് തന്നെയാടാ. എന്താ സാറേ? എന്താ പറയും? കുട്ടിമണി അല്ലേ ഞങ്ങളുടെ അമ്മയെ? ഒക്കെ ഞാൻ പറയാം. കുറച്ചു ദിവസം കൂടി സമയം താ. കുട്ടിമണിയാണ് പ്രതിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ല എന്നും പറയുന്നില്ല. കാത്തിരുന്ന് കാണാം. ഞാൻ ഒന്നുകൂടി പറയുന്നു, എന്നോട് പറയാതെ ആരും എങ്ങോട്ടും പോരും. കേട്ടല്ലോ? കേട്ടടാ ഭരണി? അമ്മ വാ, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. എന്താ? അമ്മ വാ, ഇങ്ങോട്ട് വരാൻ വാ. നീ ഒന്ന് വിട്. ഒന്നാമത് എന്റെ കാലം നേരെ ശരിയായിട്ടില്ല. ഓ, കാല് ശരിയല്ല പോലും. ഇവിടെ മനുഷ്യ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ. ഒന്നുകൂടി കൊണ്ടുപോയി നന്നായി തടവിക്കണം, എന്നാലേ കാല് നേരെയാവൂ. തടവ് മിക്കവാറും നിങ്ങൾക്ക് സെൻട്രൽ ജയിലിൽ തന്നെ ആയിരിക്കും തടവ്. നീ എന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നത്? ഞാനാണോ ഇതൊക്കെ ചെയ്തത്? നീ ചെയ്തതിന് ഞാൻ കൂട്ടുനിന്നു, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ ശബ്ദം ഒന്ന് കുറച്ച് കുറയ്ക്കും. നിങ്ങളോ? ആ, ദേഷ്യം വരുമ്പോ ചിലപ്പോ എന്റെ വായിന്ന് അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അല്ലാതെ ആദരവോടെ അമ്മന്നൊന്നും അപ്പൊ വിളിക്കാൻ പറ്റത്തില്ല. എന്താ? എന്തിനാ നീ എന്നെ വലിച്ചു പിടിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ CI പറഞ്ഞതൊക്കെ അമ്മ കേട്ടല്ലോ. അയാൾക്ക് എന്തൊക്കെയോ കൃത്യമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഉറപ്പാ. അയാൾ ഇത്രയും നാളും പറഞ്ഞതുപോലൊന്നും അല്ല. ഉടനെ അറസ്റ്റ് ഉണ്ടാവുമെന്നല്ലേ അയാൾ പറഞ്ഞത്. അതിനർത്ഥം എടി മോളെ, ഇനി ആ ശിവ എങ്ങാനും അയാളുടെ കസ്റ്റഡിയിൽ പെട്ടോ? എനിക്കൊന്നും അറിയത്തില്ല. ശിവ അയാളുടെ കസ്റ്റഡിയിലൊന്നും പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം അവ എന്നെ വിളിച്ചതേ ഉള്ളൂ. പക്ഷേ ഇനി അവനും കൂടെ ചേർന്ന് പോലീസിന് വേണ്ടി നാടകം കളിക്കുവാണോ? അങ്ങനെയൊക്കെ സംഭവിക്കോ? പോലീസ് ഏത് വഴി കൂടെയും പോവും. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല. അമ്മയുടെ ആങ്ങള DYSP ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? വിളിക്കാം, നോക്കാം, വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്കിൾ പറയുന്നതല്ലാതെ. ഞാൻ പറയാഞ്ഞിട്ടല്ലോ, എല്ലാം ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട് എന്നൊക്കെയാ പറയുന്നത്. ഈ ഓഫീസർ നമ്മൾ കരുതിയ പോലെ അല്ല. അത് ഞാൻ എന്നെ പറഞ്ഞതാ. പറ്റുമെങ്കിൽ അയാൾ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റാൻ നോക്കൂ. സ്ഥലം മാറ്റമൊക്കെ നിന്റെ അങ്കിൾ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമാണോ? അതിന് രാഷ്ട്രീയത്തിലൊക്കെ പിടിപാട് വേണ്ടേ? പിടിക്കണം. അച്ഛന് കുറെ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുള്ളതല്ലേ? ബെസ്റ്റ്. എന്റെ നിന്റെ ഒരാവശ്യത്തിന് അയാള് രാഷ്ട്രീയക്കാരനോട് പോയിട്ട് റോഡേ പോണ ഒരു തെണ്ടിയോടെങ്കിലും സംസാരിക്കൂടി? അല്ലെങ്കിൽ വേറെ വഴി നോക്കണം. എന്തു വഴി? അത് പറ. കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ കാശ് കൊടുക്കണം. അതല്ല വേറെ വല്ല സമ്മാനം കൊടുക്കണമെങ്കിൽ സമ്മാനം കൊടുക്കണം. അങ്ങനെ രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കണം. ആ പൂമ്പാറ്റയെ ഞാനിപ്പ കണ്ടതാണല്ലോ. വന്നാലിനി എവിടെ പോയി? ഞാൻ മിണ്ടാതെ വന്ന് പമ്മി വന്ന് നിന്നെ പിച്ചുവല്ലോ. ഭൂതത്തമ്മനാ? കൊച്ചേച്ചി അമ്മേ,
ഞാൻ മിണ്ടാതെ ചെന്ന് നോക്കാം, എന്നെ കാണാതിരിച്ചട്ടെ. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? കാശിന്റെ കാര്യം പറഞ്ഞപ്പോ മയങ്ങിപ്പോയോ? എടി, കാശ് മുടക്കുന്നതിലല്ല, തൊടുന്നതിനും പിടിക്കുന്നതിനും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എത്ര രൂപയാണ് നീ മുടക്കിയത്? അതൊന്നും അല്ല പ്രശ്നം. നമ്മൾ കാശ് മുടക്കിയാൽ തന്നെ ആരുടെ അടുത്ത് നമ്മൾ വിശ്വാസത്തോടെ ചെല്ലും? ആര് നമ്മളെ സഹായിക്കും? അവസാനം കാശ് പോയി നമ്മൾ ജയിലിലാവുന്ന അവസ്ഥ വന്നാലോ? കുട്ടിമണിയല്ല, വേറൊരാളാണ് ശാരദാമ്മയെ കൊന്നതെന്ന് മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന് പിന്നില് നമ്മളെ കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാല്